വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഐ ആം ബാക്ക് എന്ന് ആർത്ത് വിളിക്കുന്ന നിവിൻ പോളിയുടെ രംഗമായിരിക്കും ഇന്ന് ഓരോ നിവിൻ ആരാധകരുടെയും മനസ്സിലുണ്ടാവുക. തുടർച്ചയായ പരാജയങ്ങൾ, പല സിനിമകളുടെ ചിത്രീകരണം തുടങ്ങുന്നുണ്ടെങ്കിലും അത് നിർത്തിവെക്കുന്ന അവസ്ഥയിൽ എത്തിയെന്നുള്ള റൂമറുകൾ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഡീഗ്രേഡിംഗ്, ഇങ്ങനെയെല്ലാം നേരിട്ട നിവിൻ പോളി ഉറച്ചു വിശ്വസിച്ച ഒന്നുണ്ട്: ഒരു വെള്ളിയാഴ്ച വരും, അതെല്ലാം മാറ്റിമറിക്കും. അങ്ങനെ 2025 ഡിസംബർ 25 ഇറങ്ങിയ സർവമായ സിനിമ ഇറങ്ങി 4 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞിട്ടും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് നിവിൻ പോളി ആരാധകന്റെ നിലവിലെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയായിരിക്കും. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ബമ്പൻ കളക്ഷനാണ് തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ ഇതിനോടകം 100 കോടി പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കോടികൾ നേടുന്ന സർവമായ ഇപ്പോൾ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും കോടികൾ നേടുന്നതിന്റെ തിരക്കിലാണ്. സിനിമ പുറത്തിറങ്ങി 22 ദിവസങ്ങൾ കഴിയുമ്പോഴും കളക്ഷനിൽ മുന്നിൽ നിൽക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നത് തെളിയിക്കുന്നത് സിനിമയുടെ ഓട്ടം അടുത്തെങ്ങും നിൽക്കില്ല എന്ന് തന്നെയാണ്. ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ സിനിമയ്ക്ക് ലഭിച്ച അഡ്വാൻസ് ബുക്കിംഗിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലും 22ാം ദിവസവും സിനിമ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. മാത്രവുമല്ല, ഇനിയും സിനിമ വലിയ കളക്ഷൻ നേടുമെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ സിനിമയുടെ ആഗോള കളക്ഷൻ 131 കോടി കടന്നിരിക്കുകയാണ്. സിനിമ ഉടൻ 150 കോടി ക്ലബിൽ എത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുക്കാനുണ്ടായ ഒരുപാട് കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം നിവിൻ അജു കോമ്പിനേഷൻ സീനുകൾ തന്നെയാണ്. മലർവാടി ആർട്സ് ക്ലബ് മുതൽ സർവമായ വരെ നോക്കിയാൽ ആ കോംബോ എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടേ ഉള്ളൂ. മറ്റൊന്ന് ഡെലൂലു എഫക്റ്റ് ആണ്. റിയയുടെ ഡെലൂലു കഥാപാത്രത്തെ മലയാളക്കര ഏറ്റെടുത്തു. അങ്ങനെ കോടികൾ കൊയ്ത് മുന്നേറുന്നതിനൊപ്പം മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് പട്ടികയിലും സിനിമ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നുണ്ട്. ടോപ്പ് 10 ഇടം നേടിയ സർവമായ ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുണ്ട്. 132 കോടിയാണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ. ഇതോടെ മോഹൻലാലിന്റെ ലൂസിഫർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും പ്രേമലു 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അതേസമയം പുറത്തിറങ്ങി വെറും 10 ദിവസം കൊണ്ടാണ് സർവമായ 100 കോടി നേടിയത്. ഫൺ സ്വഭാവത്തിൽ ഒരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് മോഡിലേക്ക് കയറിയ 2ാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകത. ഒരു ഹൊറർ കോമഡി മൂഡിലുള്ള സിനിമ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിവിൻ പോളി ആരാധകർ ഹാപ്പിയാണ്.